നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ ഇല്ലയോ? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ ഇല്ലയോ? യെസ്, ഡെഫിനറ്റ്ലി നടക്കും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി അതിനകത്തൂടെ നയിക്കുമെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളൊരു പാർട്ട്ണറിൻ്റെ കേസിലാണ് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആഫ്റ്റർ മാരേജിന് ശേഷമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുമെന്നാണ് പറയുന്നത്. സോ കരിയറൊക്കെ ആഗ്രഹിച്ചവർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു കരിയർ ഉണ്ടാവും. ഒരുപാട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പം ലീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേദന തന്നിട്ടുള്ള പല കാര്യങ്ങളിൽ നിങ്ങൾ ലീവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കുമോ ഇല്ലയോ? ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കും. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു വാർണിംഗ് പോലാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങളോടൊരു അവെയർനെസ് പോലെ യൂണിവേഴ്സ് തരുന്നതാണ്. ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾ ആരെയും അധികം വിശ്വസിക്കാൻ പാടില്ല, അതാരും ആയാലും. കാരണം നിങ്ങൾക്ക് ചുറ്റും പല ആൾക്കാരും മാസ്ക് വെച്ച് നടപ്പുണ്ട്. സോ അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് ആയിരിക്കില്ല മേ ബി നിങ്ങളോട് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾ വേറെ ആരോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ആഗ്രഹം നടന്നതിന് ശേഷം മാത്രം എല്ലാവരോടും ഷെയർ ചെയ്താൽ മതി. അല്ലാതെ അത് വേറെ ആരോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാന്നെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വളരെ ഫൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ടൈമാണ്. അത് എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ മേ ബി ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് എന്തെങ്കിലും ചെറിയൊരു കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം വളരെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. സോ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നൊരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ഒരു ലോങ് ടൈമിലേക്കുള്ളൊരു ആഗ്രഹമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വെരി സൂൺ വരുന്നുണ്ട്. നിങ്ങൾക്കതിനുള്ളൊരു സ്ട്രെങ്ത്ത് കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. സോ അതെന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം ഡെഫിനറ്റ്ലി നടക്കും. അതിലൊരു സംശയവും വേണ്ട. നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതാണ്. നിങ്ങൾക്കതിനുള്ളൊരു കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ബാക്കിലോട്ട് വലിയരുത്. നിങ്ങൾ മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്.